എല്ലാരും സുഖമായിരിക്കുന്നോ? അപ്പം HSAയുടെ ജനറൽ ഭാഗത്തിന്റെ അല്ലെങ്കിൽ ജനറൽ പോർഷന്റെ ഡീറ്റെയിൽ സിലബസ് നമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ടെലിഗ്രാം ചാനലിലൊക്കെ. അപ്പൊ എല്ലാരും പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, സോഫ്റ്റ് കോപ്പി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം ഇതെങ്ങനെ പഠിച്ചു തുടങ്ങണം, ആ ഒരു ഡീറ്റെയിൽ സിലബസ്, അങ്ങനെ അത്രയും വലിയൊരു വാസ്റ്റ് സിലബസ് ഒക്കെ കണ്ടപ്പം കുറച്ചു പേർക്കെങ്കിലും ഒരു ടെൻഷനായി. അപ്പൊ കുറെ പേര് എന്നോട് പറയുന്നുണ്ടായിരുന്നു മിസ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യോ എന്നുള്ളത്. അപ്പൊ അതുകൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ മെയ് 1 മുതൽ നമ്മുടെ HSA ജനറൽ പേപ്പറിന്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്നെ കണക്ട് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ജസ്റ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ പഠിച്ചു തുടങ്ങണം. ഇപ്പൊ ഒരു കോഴ്സ് ഒന്നും നിങ്ങൾ എടുക്കുന്നില്ല, ഓക്കെ, കോഴ്സ് ഒന്നും എടുക്കുന്നില്ല, ഈ സെൽഫ് സ്റ്റഡി ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാൻ പറ്റും? അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയില് ആ ഒരു ഭാഗം, അതായത് എങ്ങനെയാ സ്റ്റാർട്ടിങ് പോർഷൻ ഏതാണെന്നും അതിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും അതിൽ നിന്ന് എങ്ങനെയാ PSC ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, നമുക്ക് എല്ലാവർക്കും അറിയാം അതിലെ ഡീറ്റെയിൽ സിലബസിലെ ഫസ്റ്റ് മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് എന്നതായിരുന്നു, അല്ലെ? അപ്പൊ അതില് റിനൈസൻസ് ഇൻ കേരള ആൻഡ് ഫ്രീഡം മൂവ്മെന്റിൽ തന്നെ ഫസ്റ്റ് വരുന്ന ടോപ്പിക് ഇതാണ്, ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി. അതിൽ ഏതൊക്കെ വരും? മിഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് ദെയർ ഫങ്ഷനിങ്, അതുപോലെ തന്നെ ഫൗണ്ടിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാക്ടറീസ്, പ്രിന്റിംഗ് പ്രസ് എക്സെട്ര. അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേരിയസ്. ഇതിന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുമ്പം എന്തായാലും ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് മാക്സിമം വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇത് ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വരാം, അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് റീസെന്റ് ആയി നടന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പം HSA സാൻസ്ക്രിറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് കണ്ടത്. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. അതിലെ ഫസ്റ്റ് ടോപ്പിക് നോക്കിക്കേ, ഇതിൽ നോക്കുക മിഷണറി ഓർഗനൈസേഷൻസ് ആണ്. അതിന് നിങ്ങൾ ഒരുപാട് വാരി വലിച്ച് പഠിക്കണ്ട, പക്ഷെ പഠിക്കും. ഒരുപാട് വാരി വലിച്ച് പഠിക്കണ്ട, പക്ഷെ പഠിക്കും വേണം. സോറി, ഓക്കെ, ഇടയില് അപ്പം ഇതില് നിങ്ങൾ നോക്കിക്കേ, റോൾ ഓഫ് വേരിയസ് മിഷണറി ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഹെഡിങ്. അതില് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള 3 സംഭവം എന്ന് പറയുന്നത് ലണ്ടൻ മിഷണറി സൊസൈറ്റി, ചർച്ച് മിഷണറി സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സ്കൂൾ എന്ന് പറയുന്നതാണ്. ഇത് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ നോട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അത് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇതിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അത് കറക്റ്റ് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയി പഠിച്ചാൽ മതി. ലണ്ടൻ മിഷണറി സൊസൈറ്റി എന്ന് പറയുന്നത് LMS എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് അല്ലെങ്കിൽ ഈ ഒരു ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്നൊക്കെ പറയുന്നത് എവിടെയായിരുന്നു? ട്രാവൻകൂർ ആയിരുന്നു. അതായത് നമ്മുടെ ട്രിവാൻഡ്രം സൈഡ്, അതായത് കേരളത്തിന്റെ തെക്ക് കേരളം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഭാഗത്തായിരുന്നു ഈ ഒരു ലണ്ടൻ മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തന മേഖലയായിട്ടുണ്ടായിരുന്നത്. ഈ ചർച്ച് മിഷണറി സൊസൈറ്റി വിച്ച് ഈസ് CMS എന്നറിയപ്പെടുന്നത് മിഡ് ട്രാവൻകൂർ ആയിരുന്നു. മിഡ് ട്രാവൻകൂർ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഏത് ഭാഗമായിരിക്കും? അതെ, നമ്മുടെ കൊച്ചി, അല്ലെ? നമ്മൾ സാധാരണ പറയും അല്ലെ, കൊച്ചി ട്രാവൻകൂർ എന്നൊക്കെ പറയില്ല. അപ്പൊ അതുപോലെ കൊച്ചി ഭാഗം, നമ്മുടെ മധ്യ കേരളമായിരുന്നു ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല. ഇനിയുള്ളത് ഏതാണ്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സ്കൂൾ. അത് നമ്മുടെ മലബാർ സൈഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതിനകത്ത് തന്നെ നമ്മൾ ഈ മിഷണറീസിൽ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചും പഠിക്കാനുണ്ട്. ഞാൻ അത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ പഠിക്കണം എന്ന ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കേ, 3 പേരാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ വരുന്നത്. ലണ്ടൻ മിഷണറി സൊസൈറ്റി, ചർച്ച് മിഷണറി സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷണറി സ്കൂൾ എന്നറിയപ്പെടുന്ന BEMS. ഓക്കെ, ഇവിടെ പ്രവർത്തന മേഖല നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കിക്കേ, അതില് നമുക്ക് ആരെയാണ് പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട്, ഇപ്പൊ ഒരു പ്രസ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ആ മിഷണറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഉള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടത്തിയ എന്നൊക്കെ പറയുന്ന വ്യക്തികളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? ഹെർമൻ ഗുണ്ടർട്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന റവറൻഡ് ഫാദർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഓക്കെ, അപ്പൊ
അപ്പം ഇതില് ഹെർമൻ ഗുണ്ടോട്ട് എന്ന് പറയുന്ന വ്യക്തി ഏതിലാണ് ബിലോങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ BEM. ഓക്കെ, ഇനി ഈ നമ്മുടെ കുര്യാക്കോസ് ചാവറ അച്ഛൻ ചെയ്ത സംഭവം അല്ലെങ്കിൽ അത് വളരെ ഫേമസ് ആയിട്ട് നമുക്ക് റിനൈസൻസിലാണെങ്കിലും പഠിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? പള്ളിക്കൂടം അല്ലെ? എന്തായിരുന്നു പള്ളിക്കൂടം എന്ന് പറയുന്നത്? അതെ, ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും മറ്റു സമുദായങ്ങളിലും വിദ്യാഭ്യാസം ഒരുപാട് രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? ഓരോ പള്ളികളുടെയും കൂടെ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതിനെയാണ് എന്ത് പറയുന്നത്? പള്ളിക്കൂടം എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നത്. ഇപ്പോഴും അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പള്ളിക്കൂടം എന്ന് അറിയപ്പെടുന്നത് അതായിരുന്നു. നോക്കിക്കേ, who started a system called a school along with every church. അതെന്താ പേരിൽ അറിയപ്പെട്ടിരുന്നത്? പള്ളിക്കൂടം. ഓക്കെ, പള്ളിക്കൂടം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. ഇനി നോക്കിക്കേ, other factors in support of spread of English education in Kerala. അത് ഏതൊക്കെയായിരിക്കും? നോക്കിക്കേ, അതില് രണ്ട് വ്യക്തികൾ, അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു മിഷണറി ക്രിസ്ത്യൻ മിഷണറി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എന്താ പറയാ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച രണ്ട് പേഴ്സണാലിറ്റീസ് ആണ്. അതിൽ ഒന്ന് ടി മാധവ റാവു. അദ്ദേഹം ആരായിരുന്നു? ട്രാവൻകൂർ ദിവാൻ ആയിരുന്നു. അദ്ദേഹമാണ് എന്ത് ട്രാവൻകൂറിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് ഒരു റോഡ് മാപ്പ് കൊണ്ടുവന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം. കാരണം അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഇനി അടുത്ത ആളാരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാമേ, ആരാ? ഗൗരി പാർവതി ബായ്. അതായത് ട്രാവൻകൂറില് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കണം എന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയ ഒരു ഭരണാധികാരിയായിരുന്നു അവര്. ആര്? ഗൗരി പാർവതി ബായ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഈ പറഞ്ഞ 4 സ്ലൈഡിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെ വരുന്നു, എന്തൊക്കെയാ നിങ്ങൾ പഠിക്കേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് മിഷണറി ഓർഗനൈസേഷൻസിനെ കുറിച്ച് പഠിക്കണം. ഈ മിഷണറി ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ അതിൽ വരുന്ന ചില ഫാദേഴ്സ്, പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ കേരളത്തിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നതിനെ കുറിച്ച് സംസാരിക്കണം. ഹെർമൻ ഗുണ്ടട്ട് എന്ന വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെ പഠിക്കും? ആ പ്രസ് പഠിക്കും. ആ പ്രസ്സിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകം പഠിക്കും, ആദ്യ പുസ്തകം പഠിക്കും, ആദ്യ ഗ്രാമർ ബുക്ക് ഏതാന്ന് പഠിക്കും. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കണ്ടന്റ് പഠിക്കാനുണ്ട്. അപ്പം ഏകദേശം ഒരു മാക്സിമം ഒരു 1 hour സ്പെൻഡ് ചെയ്താൽ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് മുഴുവൻ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാ വരുന്നതെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി ഇത് എന്താ പറയാ, നമ്മുടെ മാധവ റാവു, ഗൗരി പാർവതി ബായ് എന്നുള്ള വ്യക്തികളെ കുറിച്ച് എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കേരളത്തിൽ കൊണ്ടുവരാനും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ച് വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകിയ വ്യക്തികൾ ആരൊക്കെയെന്നാണ്. ഇവര് മാത്രമല്ല ഉള്ളത്, ഇതിൽ കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ക്വസ്റ്റ്യൻ വന്നത് ഇങ്ങനെയായിരുന്നു. അതിനു മുൻപ് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ പഠിക്കണം. എന്ത്? പത്രങ്ങൾ. ഓക്കെ, കുറെ പ്രസ് ഉണ്ടെങ്കിൽ പ്രസ്സിൽ നിന്ന് വന്ന പത്രങ്ങളെ കുറിച്ച് പഠിക്കണം. പത്രങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ പത്രങ്ങളും നമ്മൾ റിനൈസൻസ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കവർ ചെയ്ത് വരും. അതല്ലാത്ത കുറച്ച് പത്രങ്ങളും കൂടിയുണ്ട്. അപ്പൊ അതും കൂടി ഈ ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചെറിയ ടോപ്പിക് അല്ലെങ്കിൽ ചെറിയ ഹെഡിങ്ങിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതാണ് ഞാൻ പറഞ്ഞ HSA സാൻസ്ക്രിറ്റിലെ ജനറൽ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദീസ് മിഷണറീസ് വർക്ക്ഡ് ഇൻ ബോത്ത് കൊച്ചി ആൻഡ് ട്രാവൻകൂർ? കൊച്ചിയിലും ട്രാവൻകൂറിലും വർക്ക് ചെയ്തത് ആരാണ്? ഏത് മിഷണറി ആണ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു മധ്യ തിരുവിതാംകൂർ എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് കൊച്ചി ട്രാവൻകൂർ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തത് ആരായിരുന്നു? ഓർമ്മയുള്ളവർക്ക് ആൻസർ പറയാൻ പറ്റുമോ ഒന്ന് നോക്കൂ. ഒന്ന് ഓർത്ത് ആൻസർ കിട്ടിയോ? അതെ, ഓപ്ഷൻ ബി ആണ്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ? എന്താ? ചർച്ച് മിഷണറി സൊസൈറ്റി ഇൻ മിഡ് ട്രാവൻകൂർ. മിഡ് ട്രാവൻകൂർ പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂർ, അതായത് കൊച്ചി ട്രാവൻകൂർ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഇവിടെ നിന്നൊരു ചോദ്യം വന്നിരിക്കുന്നത്. ഞാൻ ഒരൊറ്റ
ചോദ്യം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തനിയെ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്കുകളിലൊക്കെ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അല്ല നിങ്ങൾ ഒരു ഹെൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറഞ്ഞ ഫീസിലാണ് ജനറൽ പേപ്പറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ നമ്പർ ഇതിൽ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, ജോയിൻ ചെയ്യാം. May 1st നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു എക്സാം വരെ ആയിരിക്കും. സോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കൂ, നമുക്ക് HSI ൽ നല്ലൊരു റാങ്കിലേക്ക് എത്തണം. സോ ബൈ.